ഈ കാണുന്ന കണ്ണടയില്ലാതെ EMSനെ നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല. EMS വായിച്ചതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു രാഷ്ട്രീയക്കാരൻ വായിച്ചിട്ടുണ്ടാവാനും സാധ്യതയില്ല. അതേ EMSന്റെ പ്രസ്ഥാനത്തിലെ ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ സഹാവ് ബിന്ദുവിനെ നമ്മൾ കണ്ണാടി വെക്കാതെ കണ്ടിട്ടില്ല. എന്നാൽ ബിന്ദു സാഹുവും പറയുന്നത് താനും ഏറ്റവും നന്നായി വായിക്കുന്ന ഒരാളാണെന്നാണ്. എന്നാൽ ഞങ്ങളുടെ ആ 30,500 രൂപ കണ്ണാടി കൊണ്ട് ഈ വരികൾ വ്യക്തമായി ഒന്ന് വായിച്ചു നോക്കുക. ലോകത്താദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ വരികളാണ്. നമ്മുടെ മന്ത്രിമാരുടെ ശമ്പളം 700 രൂപയിൽ നിന്നും 500 രൂപയെ വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് ആലോചിക്കാതെ എടുത്ത തീരുമാനമാണ്. കാരണം നമ്മളെ കർഷകരും കർഷക തൊഴിലാളികളും വലിയ ബുദ്ധിമുട്ടിലാണ്. നമുക്കത് കാണാതെ പോകാൻ കഴിയില്ല സഖാക്കളെ. ഇന്നലെയും കേരളത്തിൽ ഒരു കർഷക ആത്മഹത്യ നടന്നു കഴിഞ്ഞു. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു. സംസ്ഥാനം ഇന്നുവരെ കാണാത്ത ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഈ കാണുന്ന ഒരു കത്തുകൂടി വായിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ വരുന്നത് എൻ്റെ മകൾ വീണയാണ്, തെറ്റിപ്പോയതാണ്, ആശിച്ചു പോയതാണ്. എൻ്റെ മകൾ മാലതിയാണ്. അവൾക്ക് 2 വോയിൽ സാരി കൊടുക്കണം. അല്പം ബുദ്ധിമുട്ടിലാണ്. അടുത്ത മാസത്തെ ശമ്പളത്തിൽ തന്നുകൊള്ളുക സഖാവ് EMS. ഇത് സഖാവ് ബിന്ദുവും കേരള രാഷ്ട്രീയത്തിലെ എല്ലാ ശ്രീരാമചന്ദ്രന്മാരും ഒന്ന് വായിച്ചു പോകുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. ലാൽ സലാം.